30 years of academic excellence. MGM Group of Institutions. Here, learning goes beyond books. അച്ഛൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ MGM സ്കൂളിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ തന്നെ വേണമെങ്കിൽ സംഘടിപ്പിക്കാം. കാര്യം ഇപ്പോൾ 20 വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടല്ലോ. കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും പള്ളിക്കൂടങ്ങൾ വരികയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ ഒരു സ്കൂൾ യുവജനോത്സവം അതും കൊട്ടാരക്കരയുടെ മണ്ണിൽ തന്നെ സംഘടിപ്പിക്കാവുന്നതാണ്. ഞാൻ ആലോചിക്കാവുന്ന കാര്യമാണ്. എനിക്കേറെ സന്തോഷമുള്ളൊരു കാര്യം, നമ്മൾ ഈ 24-നെ കുറിച്ചൊക്കെ പറയുന്ന ഒരു അഭിമാന ഡയലോഗുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വാർത്താ ചാനൽ എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ഇത്തിരി തള്ളാണ്. അപ്പം നമ്മളല്ലേ ഉള്ളൂ നമ്മുടെ കാര്യം തള്ളാൻ എന്നതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തള്ളുന്നത്. എന്നാൽ തള്ളാതെ തന്നെ വളരെ വേഗത്തിൽ വളരുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായി MGM മാറുന്നു. ഞാൻ ഈ അടുത്തിടെ ചോറ്റാനിക്കരയിലുള്ള സ്കൂളിൽ പോയി. അവിടെ ഇതുപോലെ MGM ഫെസ്റ്റായിരുന്നു, വാർഷിക ദിനമൊക്കെ ആയിരുന്നു. അവിടെയും ഒരു PG ഒക്കെ ഉള്ള ഒരു കോളേജിൻ്റെ അന്തരീക്ഷം ആ സ്കൂളിനുമുണ്ട്. എനിക്കറിയാം, ഒമാൻ എന്ന് പറയുന്ന മണ്ണിൽ അച്ഛൻ എത്രയോ കൊല്ലം ജോലി ചെയ്ത് നമ്മൾക്കൊന്നും പരിചിതമല്ലാത്ത 50 ഡിഗ്രി ചൂടിൽ ജോലിയെടുത്ത് ഉണ്ടാക്കിയ പണം കൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടി ഉയർത്തിയിരിക്കുന്നത്. ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ അച്ഛന് സന്തോഷിക്കാം. അദ്ദേഹം എത്ര പതിറ്റാണ്ടുകൾ കടന്നുപോയാലും ഈ MGM സ്കൂളുകളിൽ പഠിച്ച കുട്ടികൾക്ക് അവരുടെ ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ എന്ന് പറയുന്നത് അഭിമാനമായിരിക്കും. കാര്യം അവരെ അക്ഷരമുറ്റത്തേക്ക് പിച്ച വെച്ച് നടക്കാൻ പഠിപ്പിക്കുകയും അവർക്ക് പാഠ്യേതരവും സർഗാത്മകവുമായ ഒരുപാട് മേഖലകളിലേക്ക് കടന്നു കയറുവാൻ അവസരം കൊടുക്കുകയും ചെയ്ത പള്ളിക്കൂടങ്ങളുടെ മേധാവി ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ ആയിരുന്നു എന്നവരെപ്പോഴും ഓർമ്മിക്കും. 30 years of academic excellence. MGM Group of Institutions. Here, learning goes beyond books.